മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊറിയാണ്ടർ ചിക്കൻ തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിത് അരമണിക്കൂർ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്തതും എടുത്തിട്ടുണ്ട്. പുതിനയില കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. മല്ലിയില ഞാൻ ഒരു പഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 10 കാഷ്യൂ നട്ട്സ് ഒന്ന് സോക്ക് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി സവാളയിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും പച്ചമുളകും ഒക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കാറില്ല, കാരണം നമ്മുടെ കറിയുടെ ഗ്രീൻ കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ, മിൻറ്റ്, കാഷ്യൂ നട്ട്സും ഗ്രീൻ ചില്ലി എല്ലാം കൂടിയുള്ള പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം. ചിക്കൻ വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ കറി കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. നമ്മളെപ്പോഴും കറികളിലേക്ക് ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പം ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ നമുക്ക് കറിയുടെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കാതെയാണ് നമ്മൾ കറി തയ്യാറാക്കിയിട്ടുള്ളത്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർക്കുക. ഇപ്പം നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ പുലാവിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഒരേപോലെയുള്ള ചിക്കൻ കറി വയ്ക്കാതെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.